ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സംസ്ഥാന നിർവാഹക സമിതി ചേർന്നിരുന്നു. ഫുൾ ഫ്ലഡ്ജഡ് എക്സിക്യൂട്ടീവ് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻസ് തീരുമാനിക്കാൻ വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരും ഇന്ന് ചേരുകയാണ്. തീരുമാനങ്ങൾ പലതും എടുത്തിട്ടുണ്ടല്ലോ, അത് മാത്രമല്ലല്ലോ, ഒരുപാട് തീരുമാനങ്ങൾ. സർ, ഇന്നലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറയാം. ഞങ്ങൾ മുഖ്യമന്ത്രിയെ പലപ്പോഴും കാണും. ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന നേതാവിൻ്റെ മുഖ്യമന്ത്രി ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു റുട്ടീൻ ഭാഗമാണ്. സംഘടനാ കാര്യങ്ങൾക്കപ്പുറമേ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. മന്ത്രിയുമായി കാണുമ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാറുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പ്രത്യേകത അതാണ്, അളന്നുകുറിച്ചല്ല. മുഖ്യമന്ത്രിയുമായി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ഞാൻ തിരുവനന്തപുരത്തിന് പോകുമ്പോഴൊക്കെ മുഖ്യമന്ത്രിയെ കാണും. ഇന്നലെ തിരുവനന്തപുരത്തിന് പോയിരുന്നു, അതുകൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് സൗകര്യമുള്ളപ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്. മന്ത്രിമാറ്റം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു അഭിപ്രായം ഞങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്രേ ചെയ്യാൻ കഴിയും. പിന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി യുക്തമായ ഒരു തീരുമാനം ഈ കാര്യത്തിലെടുക്കും. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി എക്സിക്യൂട്ടീവ് കൂടി അതിനു മുമ്പും അതിനുശേഷവും ഞങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള അവസാന തീരുമാനം മുഖ്യമന്ത്രിയുടേതാണ്. അത് നഷ്ടപ്പെടാതെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോളാം. ഞങ്ങൾ പാർട്ടിയുടെ ഐഡൻറ്റിറ്റി താങ്കൾ ചോദിച്ചില്ലേ, അതിൽ താങ്കൾക്കുള്ള ആകാംക്ഷ വളരെ ശരിയാണ്. പാർട്ടിയുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കും ഞങ്ങൾ. സാർ, സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും പറയുമ്പോഴും ഇത്തരത്തിലൊരു അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരാത്തതിൽ പരിഭവമുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഒരു പരിഭവവും ഇല്ല. ഓരോ പാർട്ടികൾക്കും ഒരു അഭിപ്രായമുണ്ട്. ഇടതുപക്ഷ മുന്നണിക്കൊരു അഭിപ്രായമുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ നേതാവെന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയും, അല്ലെങ്കിൽ മന്ത്രിസഭയുടെ തലവനെന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയും, അദ്ദേഹത്തിനും ഭരണഘടനാപരമായ പല അവകാശങ്ങളുമുണ്ട്. ഘടകകക്ഷികൾക്കുള്ള അഭിപ്രായങ്ങൾ ഘടകകക്ഷികൾക്ക് ഇടതുപക്ഷ മുന്നണി അറിയിക്കാം, മുഖ്യമന്ത്രിയെ അറിയിക്കാം. ഇതിലെല്ലാം അവസാനം തീരുമാനമെടുക്കേണ്ട ഭരണഘടനാപരമായ ബാധ്യതയുള്ള ആളുകൾ ആ തീരുമാനം ഏറ്റെടുക്കും. അവിടെ ഒന്നും ഞങ്ങളുടെ വ്യക്തിത്വം ചോർന്നു പോകുന്ന ഒരു കാര്യവും ഉണ്ടാകത്തുമില്ല. ഞങ്ങളുടേതല്ല. ഭരണഘടന എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഞങ്ങൾ ഭരണഘടന ഉണ്ടാക്കിയിട്ടില്ല. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഭരണഘടനാപരമായി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇടതുപക്ഷ മുന്നണി തീരുമാനിക്കുന്ന അല്ല ഭരണഘടനയിൽ ഒരു മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് പാർട്ടികൾ തമ്മിലുള്ള ഒരു ഐക്യമാണ്. ആ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ എല്ലാം നടന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പം ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ചോർന്നു പോകാതെ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ തീരുമാനങ്ങളും ഇന്നെടുക്കും. സാർ, ഈ മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിയുടേതായിരിക്കുമോ അപ്പോൾ അവസാന തീരുമാനം വരിക? മന്ത്രിമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അഭിപ്രായം ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അവസാന തീരുമാനം എവിടെയാണ് എന്താണെന്നൊക്കെ പറയാൻ ഞാനൊരു ഒരു ഭാവി കാര്യങ്ങളൊന്നും പ്രവചിക്കാൻ കഴിയുന്ന ആളല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം ഞങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അത് മുഖ്യമന്ത്രിക്ക് ചില അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അത് യുക്തമായ ഒരു തീരുമാനം അക്കാര്യത്തിൽ മുഖ്യമന്ത്രി എടുക്കും. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും പാർട്ടി ഒറ്റക്കെട്ടായി LDFൽ ഉറച്ചു നിൽക്കും. ഞങ്ങൾ LDFൽ നിന്ന് NCP മാറുമെന്ന നിലയിലുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് നടക്കുന്നതിൻ്റെ മുഖ്യമായ ഉത്തരവാദിത്തം കേരളത്തിലെ ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾക്കാണ്. ഞങ്ങൾ മനസ്സാ വാച അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ ചില മാധ്യമ സുഹൃത്തുക്കൾ രാവിലെ മുതൽ പറയാറുണ്ട്, ഇപ്പോൾ ഞങ്ങൾ UDFൽ നിന്നിലേക്ക് പോകും എന്ന് പറയാറുണ്ട്. അത് അവരുടെ ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണ്. അവർ പറയുന്നതിന് എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ, ഞങ്ങളുടെ പാർട്ടിക്കാരെങ്കിലും പറഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ആശയം 40 വർഷത്തിന് മുൻപ് അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്ന ഞാനടക്കമുള്ള ആളുകൾ അന്ന് ശ്രീ നമ്പൂതിരിപ്പാടുമായി ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. പല മാറ്റങ്ങളും പിൽക്കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ വ്യത്യസ്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തമായ ഒന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കാനും അതിനെ ശക്തിപ്പെടുത്താനും ആണ് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം. ഞങ്ങളുടെ പാർട്ടിയിൽ അക്കാര്യത്തിൽ യാതൊരു ആശയക്കുഴപ്പവുമില്ല. മറിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാതെ പലപ്പോഴും ഞങ്ങളേറെ ഇഷ്ടപ്പെടുന്ന മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളങ്ങോട്ട് ചാടാൻ പോകുന്നു എന്ന് പറയുന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊരു സങ്കടമുണ്ട്. അവരൊക്കെ നിർത്തിയായിരുന്നാൽ കൊള്ളായിരുന്നു.
ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ഒരു മന്ത്രിമാറ്റത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വ്യക്തിത്വം നിലനിർത്തി പോകണമെന്നല്ലേ താങ്കൾക്ക് താല്പര്യമുള്ളൂ. അത് ഞങ്ങൾ നിലനിർത്തും. ഞങ്ങളുടെ വ്യക്തിത്വം നിലനിർത്തി തന്നെ പോകും.